ഹായ് എല്ലാവർക്കും വിഷ്ണു ശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എന്താ അത്? സത്യാമ്മ കാണാതെ ഈ വീടിന്റെ പുറത്തന്നെ ഒന്ന് എത്തിക്കാമോ? അതെന്തു പറ്റി? കഥയൊക്കെ പിന്നെ പറയാം, ഇയാൾക്കൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് പറയുക. അന്നേരം പ്രീതി എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമ മുകളിലേക്ക് കയറി വരികയാണ്. സത്യഭാമയുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് വിഷ്ണു ശാലിനിയെ അലമാരിയുടെ പിറകിൽ ഒളിപ്പിക്കുകയാണ്. അതേസമയം പ്രീതിയുടെ വാതിൽക്കൽ നിന്നും മുട്ടുകയാണ് സത്യഭാമ. അർജുനോട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രീതി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വെളിയിൽ നിന്നും വാതിലടയ്ക്കുകയാണ്. പുറത്തേക്കിറങ്ങിയ പ്രീതി ചോദിക്കുകയാണ്, എന്താ അമ്മേ, നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചമ്മേ. വിഷ്ണു വന്നോ? ഇങ്ങോട്ട് വന്നില്ലമ്മേ. അവനോടൊരു കാര്യം പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. സത്യഭാമ പറയുകയാണ്, മോള് വാ, അവന്റെ അടുത്തു നിന്നും ഒരു സാധനം എടുക്കാനുണ്ട്. അത്രയും പറഞ്ഞ് പ്രീതിയും കൂടി വിഷ്ണുവിന്റെ റൂമിന്റെ വാതിൽ തുറക്കുകയാണ് സത്യഭാമ. അതേസമയം വിഷ്ണുവും ശാലിനിയും അലമാരിയുടെ പിറകിൽ ഒളിക്കുകയാണ്. ഇവൻ ഇതെവിടെ പോയി എന്നും പറഞ്ഞ് അകത്തേക്ക് കടക്കുകയാണ് സത്യഭാമ. സത്യഭാമ കാണാതെ തങ്ങളാൽ കഴിയുന്ന വിധം ഒളിഞ്ഞിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. അകത്തേക്ക് കയറിയ സത്യഭാമ വിഷ്ണുവിന്റെ മേശപ്പുറത്തു നിന്നും എന്തൊക്കെ ഫയലുകൾ പരിശോധിക്കുകയാണ്. അകത്തേക്ക് കയറിയ പ്രീതിയും അവിടെയും ഇടയും ഒക്കെ വിഷ്ണുവിനെയും ശാലിനിയെയും നോക്കുന്നുണ്ട്. പക്ഷെ അവർ കാണുന്നില്ല. ഒരു ഫയൽ എടുത്തതിന് ശേഷം സത്യഭാമ പ്രീതിയോട് പറയുകയാണ്, ഇത് തന്നെയാണ് രാമചന്ദ്രൻ നായരുടെ വീടിന്റെ ആധാരം. ഇത് ഞാൻ എടുത്തെന്ന് അവനോട് പറഞ്ഞേക്ക്. അതേസമയം അലമാരിയുടെ പിറകുവശത്ത് ഒളിഞ്ഞിരിക്കുന്ന വിഷ്ണുവും ശാലിനിയും പരസ്പരം തന്നെ നോക്കി നിൽക്കുകയാണ്. പേപ്പർ എടുത്തു കഴിഞ്ഞതിന് ശേഷം സത്യഭാമ റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. സത്യഭാമയുടെ കൂടെ പകുതി വരെ പോയ ശേഷം തിരിഞ്ഞ് വിഷ്ണുവിന്റെ റൂമിലേക്ക് ഓടുകയാണ് പ്രീതി. അവിടെ നിൽക്കുന്ന വിഷ്ണുവിനെയും ശാലിനിയെയും കണ്ട് ഒന്ന് ആശ്വസിക്കുകയാണ് പ്രീതി. ശാലിനി ചോദിക്കുകയാണ്, എന്താ പ്രീതി? അമ്മ താഴെയുണ്ട്, മുൻവശത്ത് കൂടി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. പിന്നെ താഴേക്ക് വേറെ വഴിയുണ്ടോ? പ്രീതി പറയുകയാണ്, ഉണ്ട്. വിഷ്ണു പറയുകയാണ്, എടോ ഞാൻ തന്നെ കൊണ്ടുപോകാം, വാ എന്ന് പറയുകയാണ് വിഷ്ണു. അതേസമയം പ്രീതി പറയുന്നു, ശരി പൊയ്ക്കോ. അതിനുശേഷം വിഷ്ണു ബാൽക്കണിയുടെ ഡോർ തുറന്ന് സ്റ്റെപ്പ് വഴി ശാലിനിയെ പുറത്തേക്ക് ഇറക്കുകയാണ്. സ്റ്റെപ്പിലൂടെ നടക്കുന്ന ശാലിനി പെട്ടെന്ന് കാൽ വഴുതി വീഴുകയാണ്. വീഴുന്നത് വിഷ്ണുവിന്റെ കൈകളിലേക്കും. ആ വീഴ്ചയിൽ ശാലിനി വിഷ്ണുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് വിഷ്ണു ചോദിക്കുകയാണ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ? പരിസരം ഓർമ്മ വന്നതുപോലെ ശാലിനി പറയുകയാണ്, ഇല്ല, കുഴപ്പമൊന്നും ഇല്ല. അതിനുശേഷം ശാലിനി വിഷ്ണുവിന്റെ കൂടെ മുൻവശത്തേക്ക് എത്തുകയാണ്. ഗേറ്റിനടുത്തേക്ക് എത്തുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, ഇയാൾ എടുക്കില്ലേ ബുള്ളറ്റ്? കാലിന് വേദന കുറവില്ലേ? ഇല്ല, ഒട്ടും കുറവില്ല. എങ്കിൽ ഞാൻ എടുക്കാം എന്ന് പറയുകയാണ് ശാലിനി. ശാലിനി വണ്ടി എടുക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, നമുക്ക് ഇതിലേ പോകാം, ഷോർട്ട് കട്ടാണ്. ആഹാ, എങ്കിൽ ശരി, കയറ്. അതിനുശേഷം വിഷ്ണുവിനെയും കൊണ്ട് പോവുകയാണ് ശാലിനി. വഴിയിൽ വെച്ച് ശാലിനി ചോദിക്കുകയാണ്, അല്ല, കാല് വയ്യെങ്കിൽ ഇയാൾ എങ്ങനെ തിരിച്ച് വണ്ടി ഓടിച്ചു പോകും? അത് ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ടേ സ്കൂട്ടിയുമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂട്ടി പഞ്ചറായെടുത്ത് അവൻ വന്നിട്ടുണ്ടാകും. മെക്കാനിക്കിനെയും കൊണ്ട് അവൻ വന്ന് ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ടാകും. ആഹാ, അത് കൊള്ളാമല്ലോ. എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇത് കേട്ട് വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, എന്റെ ജീവിതം തന്നെ നിനക്ക് വേണ്ടിയിട്ടല്ലേ മോളെ? ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും ഞാൻ. വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, ഈ സത്യാമ്മയുടെ വീട്ടിൽ ഇയാൾക്ക് എന്തായിരുന്നു ജോലി? അല്ല, ഒരു പിടിയും കിട്ടിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, ഒരു രോഗിക്ക് മരുന്നുമായിട്ട് പോയതാണ്, അത്യാവശ്യമായിരുന്നു. ഓ, അപ്പോൾ മെഡിക്കൽ റെപ്പിന്റെ ജോലിയുമുണ്ടോ ഇയാൾക്ക്? ജോലികളൊക്കെ പലതുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ. വിഷ്ണു പതിയെ ചോദിക്കുകയാണ്, എന്നിട്ട് എന്നെ എന്താ മോളെ നീ ഇതുവരെ ഇഷ്ടപ്പെടാത്തത്? അത് കേട്ട പോലെ ശാലിനി ചോദിക്കുകയാണ്, അല്ല, ഇയാൾ എന്താ പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ഏയ് ഒന്നുമില്ല, എന്നെയും കൂടി ആ പട്ടികയിൽ ചേർത്തുകൂടെ എന്ന് ചോദിക്കുകയായിരുന്നു. ആ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലേ? ആ, നോക്കട്ടെ, ഇയാൾക്കിപ്പോൾ പ്രൊബേഷൻ പീരീഡ് ആണ്. അതൊക്കെ നമുക്ക് ആലോചിക്കാം. വിഷ്ണു കരുതുകയാണ്, ആലോചിക്കേണ്ട, എപ്പോഴും എളുപ്പം ഒക്കാത്തത് സ്വന്തമാക്കുന്നതാണ് വിഷ്ണുവിന്റെ രീതി. നിന്റെ ഇഷ്ടം മൊത്തം കുത്തവകാശത്തിൽ തീരെഴുതിയങ്ങ് വാങ്ങിക്കും മോളെ. ഇത് വിഷ്ണുവിന്റെ വാക്കാണ്. പിന്നീട് കാണിക്കുന്നത് ബോബന്റെ വീട്ടിലേക്ക് എത്തുന്ന ശാരികയാണ്. ഗേറ്റിന്റെ മുൻപിൽ വന്ന ശേഷം ശാരിക പറയുകയാണ്, ഇത് തന്നെയല്ലേ ബോബൻ സാറിന്റെ വീട്? ചോദിച്ചു നോക്കാൻ ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അതേസമയം ശാരികയെ ഫോൺ ചെയ്യുകയാണ് രാജീവ്. ഹലോ സാറെന്ന് ചോദിക്കുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, അല്ല ശാരികയെ, താൻ എവിടെയായത്? കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു സാർ, ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കാം, ഞാൻ അല്പം ബിസിയാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരിക. രാജീവ് കരുതുകയാണ്, ഇതെന്താ ഇത്ര തിരക്ക്? അതേസമയം ബോബന്റെ വീട്ടിൽ നിന്നും ഒരു സെക്യൂരിറ്റി പുറത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, ആരാ അത്? ഗേറ്റ് തുറന്ന് സെക്യൂരിറ്റി ചോദിക്കുകയാണ്, ആരാ, എന്താ ഇവിടെ? വല്ല സെയിൽസിനും വന്നതാണെങ്കിൽ വിട്ടോ, ഇവിടെ ഒന്നും ആവശ്യമില്ല. അന്നേരം റോഷ്നി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്.
ബോബൻ സാറിനെ കാണാനെന്ന് ശാരിക പറയുമ്പോൾ അകത്തു നിന്നും റോഷ്നി വിളിക്കുകയാണ്, ഏയ് ശാരിക. സെക്യൂരിറ്റി വിട്ടോ, നമ്മുടെ ആളാണ്. ആ ഓക്കെ കയറിക്കോ എന്ന് പറയുകയാണ് സെക്യൂരിറ്റി. ശാരികയെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷം റോഷ്നി പറയുകയാണ്, യു ആർ ഓൺ ടൈം, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇത് സാറിന്റെ വീടല്ലേ, ഞാൻ കരുതി മീറ്റിംഗ് ഓഫീസിലായിരിക്കുമെന്ന്. സാറന്ന് ഓഫീസിൽ പോയില്ല, 2:30-ക്കുള്ള ഫ്ലൈറ്റിൽ ജർമ്മനിക്ക് പോവുകയാണ്. നിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞെങ്കിൽ സാറ് പുറത്തു പോയേനെ. പിന്നെ എപ്പോഴാ തിരിച്ചു വരികയെന്ന് പറയാൻ പറ്റില്ല. അതേസമയം അകത്ത് ബോബൻ ഒരാളോട് പറയുകയാണ്, അതേ കൃഷ്ണൻകുട്ടി നായരെ, നിങ്ങളുടെ അനന്തരവൾ രേവതിയെ ഇനി ഈ കമ്പനിക്ക് ആവശ്യമില്ല. രേവതിക്കാണ് ഈ കമ്പനിയെ ആവശ്യം. ഞാൻ അവളെ വീട്ടിൽ പോയി വിളിച്ച് ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. അവളാണ് ഇങ്ങോട്ട് ജോലി ആവശ്യപ്പെട്ടു വന്നത്. ശരിയാണോ തെറ്റാണോ അത് പറ എന്ന് പറയുകയാണ് ബോബൻ. കൃഷ്ണൻ പറയുകയാണ്, ജോലി ആവശ്യപ്പെട്ടു വന്നതൊക്കെ അങ്ങനെ തന്നെയാണ് സാറേ, അതൊക്കെ സമ്മതിച്ചു എന്ന് വച്ച് ജോലി കൊടുക്കുന്നവര് എന്ത് വൃത്തികേട് കാണിക്കണമെന്ന് പറഞ്ഞാലും അത് നടത്തിക്കൊടുക്കാൻ കഴിയില്ല. ബോബൻ ചോദിക്കുകയാണ്, ജോലി തേടി വന്നപ്പോൾ രേവതി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, എന്ത് കോംപ്രമൈസിനും തയ്യാറാണെന്നാണ്. കൃഷ്ണൻ പറയുകയാണ്, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോംപ്രമൈസ് അല്ല സാറേ. ബോബൻ പറയുകയാണ്, ശരി അത് വിട്ടേക്ക്, എനിക്കിവിടെ പെൺകുട്ടികൾക്ക് ക്ഷാമമൊന്നും ഇല്ല. ഇപ്പോൾ ഒരു ജോലിക്കായി ബോബൻ ജോണിനെ കാണായി ക്യൂ നിന്ന് വരുന്നുണ്ട് പെൺകുട്ടികൾ. എന്നാ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് ടൂറിനും മറ്റും പോയാൽ മതി. എന്റെ അനന്തരവളിനി ജോലിക്ക് വരുന്നില്ല. ഓ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പോകാം. അതിനുശേഷം കുട്ടികൃഷ്ണൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ റോഷ്നിയും കൂട്ടി ശാരിക വരുന്നത് കാണുകയാണ്. റോഷ്നിയോട് കുട്ടികൃഷ്ണൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നീ അല്ലേടി രേവതിയെ ഇവിടെ ജോലിക്ക് കൊണ്ടാക്കിയത്? നോക്കമ്മാവ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ രേവതിയോട് പോയി ചോദിക്കണം. നമ്മൾ ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇനി എന്റെ നേരെ ചാടിക്കടിക്കാൻ വരരുത്. വരുമടി വരും, നീ ഒരൊറ്റയാൾ ഗ്യാരണ്ടി നിന്നിട്ടാണ് ഞാൻ എന്റെ അനന്തരവളെ ഇവിടേക്ക് ജോലിക്ക് വിട്ടത്. എന്നിട്ട് നീ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി വന്ന് പറയുകയാണ്, അതെ സാറ് വിളിച്ചു പറഞ്ഞു ഇയാളെ പുറത്താക്കാൻ. കുട്ടികൃഷ്ണൻ പറയുകയാണ്, അകത്ത് വന്നെങ്കിലേ പുറത്തു പോകാനും എനിക്കറിയാം. താൻ എന്നെ വന്ന് ക്ഷണിച്ചു കൊണ്ടുപോവുകയൊന്നും വേണ്ട. അതിനുശേഷം കുട്ടികൃഷ്ണൻ ശാരികയോട് പറയുകയാണ്, എന്റെ കൊച്ചെ, നീ പുതിയതായിട്ട് വന്നതാണെങ്കിൽ സൂക്ഷിച്ചോ. ഇവനും ഇവിടെ ഉള്ളവരും എല്ലാവരും കഴുകന്റെ ജന്മങ്ങളാണ്. നിന്റെയൊക്കെ ചോര കുടിച്ചിട്ടേ നിങ്ങളെയൊക്കെ പുറത്ത് കളയത്തുള്ളൂ. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. അതൊക്കെ കേട്ട് പേടിച്ചു നിൽക്കുകയാണ് ശാരിക. അന്നേരം സെക്യൂരിറ്റി വന്ന് കുട്ടികൃഷ്ണൻ നായരെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. റോഷ്നി പറയുകയാണ്, ഇത് മൂത്തു നരച്ചു കഴിയുമ്പോൾ ചില കിളവന്മാർക്കുള്ള അസുഖമാണ്. നമ്മൾ അല്പം എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ അപ്പോൾ അവർക്ക് ചൊറിച്ചിൽ തുടങ്ങും. നമ്മൾ മോശക്കാരാണെന്ന്. പുറത്തേക്ക് പോകുന്ന കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്, എടി നീ സൂക്ഷിച്ചോ. അന്നേരം റോഷ്നി പറയുകയാണ്, അയാളുടെ ഒരു ബന്ധുവിനെ ബോബൻ സാർ പിരിച്ചുവിട്ടോ? അത് ചോദിക്കാനായിട്ട് കള്ളം കുടിച്ച് കയറി വന്നതാണ്. സെക്യൂരിറ്റി അയാളെ പഞ്ഞിക്കിട്ടോളും, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ശാരികയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ് റോഷ്നി. പക്ഷെ സെക്യൂരിറ്റിയോട് കൃഷ്ണൻകുട്ടി നായർ കയർക്കുന്നതും അയാൾ പറഞ്ഞതുമൊക്കെ ആലോചിച്ചു നിൽക്കുകയാണ് ശാരിക. അന്നേരം കയറി വാന്ന് വിളിക്കുകയാണ് റോഷ്നി. ശാരികയും കൊണ്ട് റോഷ്നി മുകളിലേക്ക് എത്തുമ്പോൾ ഫോൺ ചെയ്യുകയാണ് ബോബൻ. ഫോണിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ബോബൻ. അതൊക്കെ കേട്ട് നിൽക്കുകയാണ് ശാരികയും റോഷ്നിയും. ശാരികയും റോഷ്നിയും കണ്ട് ബോബൻ പറയുകയാണ്, കമോൺ ലേഡീസ്. വെൽക്കം ശാരിക. 1-2 ഇമ്പോർട്ടന്റ് മീറ്റിംഗ് മാറ്റിവെച്ച് ഞാൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കമോൺ സിറ്റ് ഡൗൺ എന്ന് പറയുകയാണ് ബോബൻ. ഞാൻ ഇവിടെ നിന്നോളാം സാർ എന്ന് ശാരിക പറയുമ്പോൾ റോഷ്നി പറയുകയാണ്, ഇരിക്കടി, ബോബൻ സാറിനെ അങ്ങനെ അന്യനായിട്ടൊന്നും കാണേണ്ട. അന്നേരം ഇരിക്കുകയാണ് ശാരിക. ബോബൻ പറയുകയാണ്, റോഷ്നി ശാരികയ്ക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറയൂ. അന്നേരം റോഷ്നി ചോദിക്കുകയാണ്, എന്താണ് വേണ്ടത്, ടീ ഓർ കോഫി, ജ്യൂസ്? ശാരിക പറയുകയാണ്, ഒന്നും വേണ്ട. അത് കേട്ട് ബോബൻ പറയുകയാണ്, ഏയ് അത് പറ്റില്ല, ഇയാൾ എന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയല്ലേ. പിന്നെ റോഷ്നിയുടെ ഒരൊറ്റയാളുടെ വാക്ക് വിശ്വസിച്ചാണ് ഇയാളെ ഞാൻ എന്റെ കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാലോ എന്ന് ആലോചിക്കുന്നത്. റോഷ്നി പ്ലീസ് പോയി ജ്യൂസ് കൊണ്ടുവരൂ. എസ് സാർ എന്നും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ് റോഷ്നി. ബോബൻ ചോദിക്കുകയാണ്, എത്രയാണ് ശാരിക എക്സ്പെക്ട് ചെയ്യുന്ന സാലറി? ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിലും കോടികളൊന്നും ശമ്പളമായി ചോദിക്കരുത് കേട്ടല്ലോ. വല്ല 2-3 ലക്ഷമാണെങ്കിലേ നമുക്ക് താങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ബോബൻ. അതേസമയം ശാരികയ്ക്കുള്ള ജ്യൂസിൽ മയക്കുപിടി കലക്കുകയാണ് റോഷ്നി. ജ്യൂസ് കലക്കിക്കൊണ്ട് റോഷ്നി പറയുകയാണ്, ഒരു വെടിക്ക് 2 പക്ഷി. ശാരദാമ്മയുടെ 3 മക്കൾ ഒരാൾ ഇന്ന് വീഴും. രാജേശ്വരിയും ബോബൻ സാറും ഹാപ്പി. റോഷ്നിക്ക് 2 നിന്നും കൈ നിറയെ കാശാണ്. സോറി ശാരദാമ്മേ, നിങ്ങളുടെ പൊതിച്ചോറിന്റെ രുചി മറന്നിട്ടൊന്നും അല്ല. 30 വെള്ളിക്കാശ് മുൻപിൽ കിടന്ന് തിളങ്ങിയപ്പോൾ യേശുക്രിസ്തുവിന് വരെ യൂദാസ് ഒറ്റി.
പിന്നെയാണോ ഈ പാവം പിടിച്ച റോഷ്നി? നിങ്ങളങ്ങ് ക്ഷമിച്ചുകളാ. ബോബൻ പറയുകയാണ്, ശാരികയുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ അത്ര മോശം ആണെന്ന് റോഷ്നി എന്നോട് പറഞ്ഞിരുന്നോ? ആക്ച്വലി എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിലേ അവർക്ക് ഫ്രീ മൈൻഡോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോഴേ നിങ്ങൾ വളരുന്നതിനൊപ്പം കമ്പനിക്കും വളരാൻ സാധിക്കൂ. എന്തു പറയുന്നു? തനിക്കും അങ്ങനെ തോന്നുന്നില്ലേ? അന്നേരം ജ്യൂസുമായി വന്ന റോഷ്നി പറയുകയാണ്, അവൾ അങ്ങനെയൊന്നും തുറന്നു പറയുന്ന കൂട്ടത്തിൽ അല്ല സാർ. അതിനുശേഷം ജ്യൂസ് ശാരികയ്ക്കും ബോബനും കൊടുക്കുകയാണ് റോഷ്നി. റോഷ്നി പറയുകയാണ്, പക്ഷേ അവൾക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ അത്യാവശ്യം ഉണ്ട്. അതെന്നോട് സൂചിപ്പിച്ചിരുന്നു. ഓ ഐ സി. 10 lakhs അല്ലേ? അതത്ര ചെറിയ തുകയൊന്നും അല്ലല്ലോ. അതിനുശേഷം ശാരികയോട് പറയുകയാണ്, ശാരിക ജ്യൂസ് കുടിക്കൂ. വീണ്ടും ബോബൻ റോഷ്നിയോട് ചോദിക്കുകയാണ്, അല്ല റോഷ്നി, ശാരികയെ നമ്മളൊന്ന് സഹായിച്ചാൽ ശാരിക നമ്മളെയും സഹായിക്കും അല്ലേ? തീർച്ചയായും സാർ. എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയതുകൊണ്ട് പറയുകയല്ല. ഷീ ഈസ് വെരി സിൻസിയർ. സാർ അങ്ങോട്ട് സഹായിച്ചാൽ ഇങ്ങോട്ടും കൂടെ നിൽക്കും. ശാരിക പറയുകയാണ്, തീർച്ചയായും സാർ. നമ്മളൊരു ജോലി ചെയ്താൽ 100% അതിനോട് കൂറ് കാണിക്കണമെന്നാണ് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അന്നേരം ബോബൻ പറയാണ്, യെസ് യു സെഡ് ഇറ്റ്. വീണ്ടും പറയുകയാണ്, ശാരിക ജ്യൂസ് കുടിക്കൂ. വീണ്ടും ശാരിക ജ്യൂസ് കുടിക്കാനായി തുടങ്ങുമ്പോൾ രാജീവിന്റെ ഫോൺ അടിക്കുകയാണ് ശാരികയ്ക്ക്. സോറി സാർ, വീട്ടിൽ നിന്നാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരിക. പക്ഷെ ശാരിക ഇതുവരെയും ജ്യൂസ് കുടിച്ചില്ല. വീണ്ടും ശാരിക ജ്യൂസ് കുടിക്കാനായി തുടങ്ങുമ്പോൾ സാർ എന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് സെക്യൂരിറ്റി. അന്നേരം ജ്യൂസ് മാറ്റുകയാണ് ശാരിക. എന്താണോന്ന് ബോബൻ ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയുകയാണ്, സാർ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ബോബന്റെ ചെവിയിൽ എന്തോ പറയുകയാണ് സെക്യൂരിറ്റി. വാട്ട് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് ബോബൻ. എന്നിട്ട് റോഷ്നിയോട് പറയാണ്, റോഷ്നി ഒന്ന് വരൂ പറയട്ടെ. യു ക്യാരി ഓൺ എന്ന് ശാരികയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ബോബൻ. അതിനുശേഷം ഒരു ശകലം ജ്യൂസ് കുടിക്കുകയാണ് ശാരിക. പുറത്തേക്ക് ഇറങ്ങിയ ബോബൻ സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ്, എന്താടോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി അടിക്കുകയാണ്. ആ ശബ്ദമൊന്ന് കേൾക്കുകയാണ് ശാരിക. ബോബൻ പറയുകയാണ്, അയാളെ പിടിച്ച് പുറത്താക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ അടിച്ചു ബോധം കെടുത്താൻ അല്ലല്ലോ. അങ്ങനെ വലിയ അടിയൊന്നും കൊടുത്തില്ല സാർ. അയാൾക്ക് ജിന്നയുടെ അസുഖമുണ്ടായിരുന്നു. താഴെ വീണ് പിടഞ്ഞാണ് ബോധം പോയത്. എന്തു മാരണമായാലും ശരി, അയാളെടുത്ത് വണ്ടിയിലിട്ട് വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കളയ്. ഈ സംസാരമൊക്കെ കേൾക്കുകയാണ് ശാരിക. ചെല്ല് എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയെ പറഞ്ഞു വിടുകയാണ് ബോബൻ. അന്നേരം ഇവരുടെ സംസാരം വീണ്ടും ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ശാരിക. ഇവിടെ തന്നെ നിന്നുകൊണ്ട് റോഷ്നി ബോബനോട് ചോദിക്കുകയാണ്, സാർ ശാരികയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അതും ശ്രദ്ധിക്കുകയാണ് ശാരിക. ആസ് യൂഷ്വൽ, താൻ ജ്യൂസിൽ മരുന്ന് ചേർത്തിട്ടില്ലേ? അത് കേട്ട് ഞെട്ടുകയാണ് ശാരിക. റോഷ്നി പറയുകയാണ്, ചേർത്തു, പക്ഷെ അതവൾ കുടിക്കുമോന്ന് നോക്കണം. ആ കൃഷ്ണൻകുട്ടി നായർ പറഞ്ഞത് മുതൽ അവൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. എന്ത് സംശയം? ഇന്നത്തെ ദിവസം അല്പം ബലം പ്രയോഗിക്കേണ്ടി വരും. ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ പിന്നെ കുറെ കരയുമായിരിക്കും. ഇതൊക്കെ കേട്ട് ആകെ തളർന്നു നിൽക്കുകയാണ് ശാരിക. ബോബൻ പറയുകയാണ്, കാശ് കൊടുത്ത് കരച്ചിലങ്ങ് മാറ്റിയാൽ മതി, പിന്നങ്ങ് ചേർന്ന് നിന്നോളും. എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും. ഞാൻ ഇതത്ര കണ്ടിട്ടുള്ളതാണ്. താൻ വരൂ, ഞാൻ ഡോക്ടർ സലീമിനെ വിളിക്കാം. അതിനുശേഷം റോഷ്നി താഴേക്ക് പോവുകയാണ്. ബോബൻ ഫോൺ ചെയ്യുന്നു. പെട്ടെന്ന് ശാരിക അകത്തെ ഒരു റൂമിൽ കയറി കതകടയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. അന്നേരം വീട്ടിൽ വെച്ച് പല്ലി വീണ കാര്യങ്ങളൊക്കെ ആലോചിച്ചു നിൽക്കുകയാണ് ശാരിക. അതിനുശേഷം ഫോൺ എടുത്ത് രാജീവിനെ വിളിക്കുകയാണ് ശാരിക. ആ ശാരികയെ പറ. ശാരിക പറയുകയാണ്, സാർ രക്ഷിക്കണം, ഞാനൊരു അപകടത്തിലാണ്. അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ രാജീവിനോട് പറയുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ബാൽക്കണിയിൽ ശാലിനി തന്ന താജ്മഹൽ ശില്പം നോക്കിയിരിക്കുകയാണ് വിഷ്ണു. ശാലിനിയെ ഓർത്ത് ചിരിച്ചൊക്കെ അങ്ങനെ വിഷ്ണു ഇരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് സുസ്മിത. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.